ഹലോ നമസ്കാരം. ചിത്ര ബിൽഡിങ്സ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് വേണ്ട, അതായത് അപ്രൂവൽ നേടുന്നതിന് വേണ്ടിയുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലേയേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബിൽഡിംഗ് പ്ലാന്, സൈറ്റ് പ്ലാന്, സർവീസ് പ്ലാന്, പാർക്കിംഗ് പ്ലാന് ഇതൊക്കെ വരച്ച് കഴിഞ്ഞാലും ചില കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്രൂവൽ നേടാൻ കഴിയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം, എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് പ്ലാൻ ഇൻഫോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അതൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ പ്രൊവൈഡർ, അത് യെസ് എന്ന് കൊടുക്കാൻ മറക്കരുത്. ചിലവർ അവിടെ ഒന്നും കൊടുക്കില്ല, അതുകൊണ്ട് ആ ഒരു എറർ അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ AC ഏരിയ M², അത് 500 M² കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം അവിടെ എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ മുന്നേ കൊടുത്തപ്പോൾ അത് എറർ വന്നില്ല, പിന്നെ കൊടുത്തപ്പോൾ അത് എറർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അത് 00 ആക്കിയാൽ മാത്രം മതി. അതുപോലെ കണക്റ്റഡ് ലോഡ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ കേസിലാകുമ്പോൾ kW 2 എന്ന് കൊടുക്കാം, ഡിമാൻഡ് kW ആംബിയർ 2.4 എന്ന് കൊടുക്കാം. റെസിഡൻഷ്യലിന്റെ കേസിലാണെങ്കിൽ 1ഉം 1.2 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. അതുപോലെ വെതർ അപ്പാർട്ട്മെന്റ് ഫോർ അണ്ടർ ഗവൺമെന്റ് അപ്രൂവ്ഡ് സ്കീം, അത് നോൺ തന്നെ കൊടുക്കണം. പിന്നെ അതുപോലെ ഇവിടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. അതുപോലെ എക്സിസ്റ്റിംഗ് ഫ്ലോർ ഏരിയ ടു ബി ഡിമോളിഷ്ഡ്, അതായത് എക്സിസ്റ്റിംഗ് ഏരിയ, നിങ്ങൾ അവിടെ ഒരു വീടുണ്ട് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞിട്ട് വേറെ ഒന്നും പണിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ ഇവിടെ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് പേപ്പർ സൈസ് ആണ്. ഞാൻ ഷീറ്റ് സൈസ് A1 എന്ന പേപ്പർ സൈസിലാണ് വരച്ചിരിക്കുന്നത്. അതായത് നമ്മളെ ബിൽഡിംഗ് ആദ്യം വരച്ചതിന് ശേഷം അതിന് കൊള്ളാവുന്ന ഒരു പേപ്പർ സെറ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിടുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, പിന്നെ ഒരു സ്റ്റെയർ റൂം, അതായത് 3rd ഫ്ലോർ, പിന്നെ എലിവേഷൻ ഉണ്ട്, സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിരിക്കണം. അതായത് റൂമിന്റെ ഹൈറ്റ് 3 മീറ്റർ എന്തായാലും വേണം. 3 മീറ്ററിന്റെ ചോടയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റ് എററായിട്ട് കാണും. ഞാൻ അവിടെ 3.05 എടുത്തിട്ടുണ്ട്. അതായത് ഫ്ലോർ ടു സീലിംഗിന്റെ ഹൈറ്റ് ആണ് ഞാൻ പറയുന്നത്. അത് സെക്ഷനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും പാർക്കിംഗ് ഇൻസൈഡ് ദി ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കണം. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 ഫ്ലോർ 0 സീലിംഗ് ലെവൽ 2, അത് പാർക്കിംഗ് ഏരിയയുടെ ഒരു ലെയർ ആണ്. ഇവിടെ വന്നിരിക്കുന്നത് ബ്ലോക്ക് 1 ഫ്ലോർ 0 സീലിംഗ് ലെവൽ 1. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തിരിക്കണം. ഈ യെല്ലോ എന്ന് പറയുന്നത് കളർ കോഡ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ഉണ്ട്, A1 അപ്പാർട്ട്മെന്റിന്റെ ഉണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ മെയിൻ ഹൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് 1 റൂഫ് ലെവലും അതുപോലെ ബ്ലോക്ക് 1 എവറേജ് ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ സെക്ഷനിൽ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. റൂമിന്റെ ഹൈറ്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. പിന്നെ പാർക്കിംഗ് ഇൻസൈഡ് ദി ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്യണം. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സ്റ്റെയർ റൂമിൽ വേണമെന്നില്ല, ചിലപ്പം എറർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണം. ഓക്കെ. സ്റ്റെയർ റൂമിന്റെ ഹൈറ്റ് അല്ല നമുക്ക് വേണ്ടത്, നമ്മളെ ഫ്ലോറിന്റെ ടോപ്പ് ഹൈറ്റ്, അതായത് യൂസേജ് ഏരിയയുടെ. ഇത് പറഞ്ഞത് സ്റ്റെയർ റൂമാണ്. സ്റ്റെയർ റൂമിന്റെ ഹൈറ്റ് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈറ്റ് വന്നിരിക്കുന്നത് 6.60 ആണ് നമ്മുടെ ഹൈറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിൻ ആയിട്ട് വേണ്ടത് സൈറ്റ് പ്ലാനിൽ നമ്മൾ റാമ്പ് കൊടുക്കാറുണ്ട്. അവിടെ കളർ കോഡ് കൊടുക്കരുത്. നമ്മൾ ബിൽഡിംഗ് പ്ലാനിലാണ് റാമ്പിന്റെ കളർ കോഡ് കൊടുക്കേണ്ടത്. അതിന്റെ സൈസ് എന്ന് പറഞ്ഞത് 3.60 ആണ്. ഓക്കെ. പിന്നെ ഇത് നിർബന്ധമായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ റാമ്പ് അതിനെ ഡിനോട്ട് ചെയ്യുള്ളൂ. സ്ലോപ്പ് 1/12 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഇത് ഹൈഡ് ആയിരിക്കും. ഈ റെഡ് കളറുള്ള സാധനം നമ്മൾ പ്രിന്റ് വരുമ്പോൾ ഇത് ഹൈഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വേറെ ടെക്സ്റ്റ് ഇവിടെ എഴുതണം. റാമ്പ് സ്ലോപ്പ് 1/12 എന്ന് പറഞ്ഞാൽ അവിടെ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അതുപോലെ സ്റ്റെയർ കാണിച്ചിട്ട് സ്റ്റെയറിന്റെ ഹൈറ്റും നമ്മൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അപ്പോഴാണ് നമ്മളെ റൈസിന്റെ ഹൈറ്റ് അവിടെ EDC റിപ്പോർട്ടിൽ കാണിക്കുള്ളൂ. ഓക്കെ. അപ്പൊ അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെയർ വിഡ്ത്ത് കൊടുക്കാൻ മറക്കരുത്. സ്റ്റെയർ വിഡ്ത്തും ഇല്ലെങ്കിൽ അത് എററായിട്ട് വരും കേട്ടോ. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ല. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അപ്രൂവ്ഡ് കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്റ്റെയറിന് വിഡ്ത്ത് കൊടുക്കണം. അതുപോലെ ഒരു DA സ്പെഷ്യൽ ടോയ്ലറ്റ്,
അതായത് ഡിസബിൾഡ് ടോയ്ലറ്റ് പ്രധാനമായിട്ടും വേണം. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1.70. ഇത് നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ചില കേസിൽ ആളുകൾ ഇതൊന്നും കൊടുക്കാതെ പോകുമ്പോൾ ഇതൊക്കെ എറേഴ്സ് ആയിട്ട് വരാറുണ്ട്. യൂറിനിൽ ഇവിടെ മസ്റ്റായിട്ടും വേണമെന്നില്ല. ഓക്കെ, അത് വന്ന് ഒരു കോമൺ ഒരു ടോയ്ലറ്റ് ഇവിടെ വേണം. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1.5 to 1.20 മിനിമം 1 മീറ്റർ 1.10 അതിന്റെ സൈസ് എന്ന് പറയുന്നത്. അതിന് നിർബന്ധമായിട്ട് ഒരു വാഷ് ബേസിൻ വേണം, പിന്നെ ഒരു യൂറിനലും വേണം. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിൽ അടുത്ത പറയുന്ന ഒരു ബിൽഡിംഗ് സൊല്യൂഷൻ. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിൽഡിംഗ് സൊല്യൂഷൻ. അതായത് ബിൽഡിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കുറിച്ചാണ് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഇത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ നേരെ ലെയറിൽ ഇൻ ഫ്ലോർ പ്ലാൻസിലാണുള്ളത് കേട്ടോ. അതായത് നമ്മൾ ബിൽഡിങ് സെക്ഷൻ എലിവേഷൻ ആ ഒരു കേസ് പറയുന്നതിലാണ് ഇതുണ്ടാവുക. അപ്പോൾ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ബിൽഡിംഗ് സൊല്യൂഷൻ. ഇതൊക്കെ ചെറുതായിട്ടാണ് ഉണ്ടാവുക, അതൊക്കെ ഞാൻ വലുതാക്കി സ്കെയിലാക്കി ഞാൻ വെച്ചതാണ് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻ, ഈ ബിൽഡിംഗ് സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻ ഷാൽ ബി മാർക്ക്ഡ് ക്ലോസ്ഡ് പോളിഗൺ ലെയർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലോക്ക് 1 കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് പോകുന്നത് ഷട്ടറിന്റെ വീതി അല്ലെങ്കിൽ ഡോർ വിഡ്ത്ത്. നമ്മൾ നേരത്തെ സ്റ്റെയർ വിഡ്ത്ത് പറഞ്ഞാൽ തന്നെ ഡോർ വിഡ്ത്തുണ്ട്, അത് ഷട്ടറിന്റെ വിഡ്ത്ത് ഇവിടെ എന്തായാലും മസ്റ്റായി കൊടുത്തിരിക്കണം. അതുപോലെ ഇതിന്റെ ഹൈറ്റ് എത്രയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. അതായത് സ്റ്റെപ്പിന്റെ റൈസിന്റെ ഹൈറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇതാണ് സ്റ്റെപ്പിന്റെ വരുന്നത്. ബ്ലോക്ക് 1 ഫ്ലോർ സ്റ്റെയർ 1 സ്റ്റെപ്പ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല. ഇതൊക്കെ മസ്റ്റായിട്ട് വേണം കേട്ടോ. ലാൻഡിങ് കൊടുത്തിരിക്കണം, സ്റ്റെപ്പ് കൊടുത്തിരിക്കണം, പിന്നെ കളർ കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. സ്പെഷ്യൽ ടോയ്ലറ്റിന്റെ കളർ കോഡ് കൊടുത്തിരിക്കണം. അതുപോലെ സ്റ്റെയറിന്റെ സൈസ് എത്രയാണ്, അതായത് സ്റ്റെയർ സ്പേസ് കൊടുത്തിരിക്കണം. പുറത്തു കൂടെയും കൊടുക്കാം, ഉള്ളിൽ കൂടെയും കൊടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നത് ചിലപ്പോൾ എല്ലാവരും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ബ്ലോക്ക് 1 ഫ്ലോർ 0 ഡിസ്റ്റൻസ്, അതായത് മാക്സിമം ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കാം, മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് ഫ്ലോർ 0 ഗ്രൗണ്ടിൽ കൊടുക്കാം, ഫ്ലോർ 1 കൊടുക്കാം, ഫ്ലോർ 2 കൊടുക്കാം, ബേസ്മെന്റിൽ കൊടുക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ ചോയ്സ് പോലെ എവിടെ കൊടുക്കേണ്ടതെന്നുള്ള കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാറ്. അപ്പം ചിലവർ വിചാരിക്കും ഇത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ചിലവരൊരു ലൈനാണ് വരയ്ക്കുക. ചിലപ്പോൾ ഒരു ലൈൻ വരച്ചാൽ അത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം ഞാൻ ജസ്റ്റ് പോളി ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മളെ ഓർത്തോ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ലൈനായിട്ട് തന്നെ വരിക. ഈ മൂലയിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക എന്താണ് കൊടുത്തുള്ളത്. മറ്റൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യണം എന്താണെന്ന് മനസ്സിലാവാൻ. ഇത് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ബ്ലോക്ക് 1 ഫ്ലോർ 0 മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചാണ്, അത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ സെക്ഷനിലെ മറ്റേ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലും നമ്മൾ ഒരു അപ്പാർട്ട്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് യൂണിറ്റ് സെപ്പറേറ്റ് നിങ്ങൾ എഴുതിയിരിക്കണം. യൂണിറ്റ് 2, യൂണിറ്റ് 1 അതിൻ്റെ M² കൊടുത്തിരിക്കണം. ഡോറിന്റെ വിഡ്ത്ത് കൊടുത്തിരിക്കണം. ചിലയിൽ 1.20 കാണിക്കാറ്. അപ്പോൾ 1.20 കൊടുത്താൽ അപ്രൂവൽ ആയിട്ടുണ്ട്. ചിലപ്പോൾ 2 ദിവസം മുന്നേ ഒരു പ്ലാൻ വരച്ചപ്പം അത് 1.20 മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 1 മീറ്റർ ആണ്. അതുപോലെ കിച്ചന്റെ കാണിക്കണം, യൂണിറ്റ് FA കാണിക്കണം. അത് കിച്ചൺ ആണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു ഫീമെയിൽ ടോയ്ലറ്റ് പറയുന്നുണ്ട്. ബ്ലോക്ക് 1 ഫ്ലോർ 0 വാട്ടർ ക്ലോസറ്റ് ഒരു ഫീമെയിൽ എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ സാനിറ്റേഷൻ ഐറ്റംസിൽ യെല്ലോ കളർ ഫീമെയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ റെഡ് കളർ മെയിലാണ്. അപ്പോൾ ഇതിൽ ആവശ്യമില്ല. ബ്ലോക്ക് 1 മറ്റേ യൂറിനൽ ഫീമെയിൽ ടോയ്ലറ്റ് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. മെയിൽ ക്ലോസറ്റിൽ, അതായത് മെയിൽ ബാത്റൂമിൽ എന്തായാലും ഒരു യൂറിനൽ കാണിച്ചിരിക്കണം. അതുപോലെ ഒരു വാഷ് ബേസിൻ കാണിച്ചിരിക്കണം. ലേഡീസ് ടോയ്ലറ്റിൽ ഒരു വാഷ് ബേസിൻ കാണിച്ചിരിക്കണം. ഇതൊക്കെ മസ്റ്റാണ് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ബിൽട്ടപ്പ് ഏരിയ ബ്ലോക്ക് 1 ഫ്ലോർ 1 യൂണിറ്റ് FA, അതായത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഓരോ ഫ്ലാറ്റിനെയും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വരച്ചിരിക്കുന്നത്. അത് നിങ്ങൾ അറിയാം. ഇത് അതിൻ്റെ ഡിഡക്ഷനാണ്, 50% ഡിഡക്ഷനാണ് കൊമേഴ്ഷ്യൽ, അതായത് A1 അപ്പാർട്ട്മെന്റിന്റെ കേസിൽ. ഇവിടെയും ഉണ്ട് ബ്ലോക്ക് 1 ഫ്ലോർ 1 യൂണിറ്റ് FA. ഇങ്ങനെ കാണിക്കണം കേട്ടോ. സെപ്പറേറ്റ് കാണിച്ചാലാണ് അതിന്റെ ഏരിയ എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ ഇവിടെ ടെക്സ്റ്റ് എഴുതിയിട്ട് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ബാക്കിയുള്ള ബിൽട്ടപ്പ് ഏരിയ, ഫ്ലോട്ട് പ്രിന്റ് ഏരിയ അതൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ മറക്കരുത്. ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തു പോകുന്നത്. അപ്പോൾ സ്റ്റെയർ റൂമിന്റെ ടോട്ടൽ ഏരിയ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ലെയർ ഉപയോഗിച്ചിട്ട് ആ സ്റ്റെയർ റൂമിന്റെ പോയി കഴിഞ്ഞാൽ അതിന്റെ ലെയേഴ്സ് കിട്ടും. ബ്ലോക്ക് 1 ഫ്ലോർ 2 ബിൽട്ടപ്പ് ഏരിയ അങ്ങനെ കിട്ടും. അതിന്റെ കളർ, അപ്പാർട്ട്മെന്റ് കളർ യെല്ലോ ആണ്. അതിനൊരു ഡോർ വിഡ്ത്ത് ഉണ്ട്, 90 സെന്റിമീറ്റർ ആണ്, അത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ബിൽഡിംഗ് പ്ലാനിൽ പറയാനുള്ളത്. അതുപോലെ നിങ്ങൾ ഇതിന്റെ
എന്താ പറയുക, സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കണം. ചിലവർ കൊടുക്കാറില്ല, പക്ഷേ ബാങ്കിൻ്റെ കേസിലേക്ക് വരുന്ന കേസിൽ അവർ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് സങ്കേതത്തിലും IBMS വരച്ച പോലെ തന്നെ ഏരിയ ഡീറ്റെയിൽസും അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം ഇതിൽ കൊടുത്തിരിക്കണം കേട്ടോ. അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി വരുന്നത് യൂട്ടിലിറ്റി പ്ലാന്റെ കേസാണ്. അത് നിങ്ങൾ അറിയാം, അതുപോലെ കൊടുക്കാം കേട്ടോ. പ്രൊപ്പോസൽ സെപ്റ്റിക് ടാങ്ക്, ഡീറ്റെയിൽസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതിനൊക്കെ ഒരു ലെയർ ഉണ്ട്, അതിനൊക്കെ സെപ്പറേറ്റ് കൊടുക്കാം. ബയോഗ്യാസ് ഞാൻ എല്ലാ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലും കാണിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ബയോഗ്യാസ് പ്രിന്റ്. ഓക്കെ, യൂട്ടിലിറ്റി പ്ലാൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് സൈറ്റ് പ്ലാൻ ആണ്. നമുക്ക് സൈറ്റ് പ്ലാനിൽ മെയിനായിട്ട് എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, പ്രൊപ്പോസർ ആണെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും, സെപ്റ്റിക് ടാങ്ക് അതുപോലെ എക്സിസ്റ്റ് ആണെങ്കിൽ റെഡ് കളർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളെ ലെയറിൽ പോവാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ വെല്ല്, ലീച്ചിപിറ്റി, സോപ്പ് പിറ്റ്സ്, സെപ്റ്റിക് ടാങ്ക്, ബയോഗ്യാസ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്. ഓപ്പൺ വെല്ല് എക്സിസ്റ്റ് ആണെങ്കിൽ റെഡും കൊടുക്കുക, പ്രൊപ്പോസർ ആണെങ്കിൽ യെല്ലോ കൊടുക്കുക. വേസ്റ്റ് ഡിസ്പോസിബിളിന്റെ കേസും അങ്ങനെ തന്നെ, സെപ്റ്റിക് ടാങ്കും അങ്ങനെ തന്നെയാണ്. അതിൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ മൂന്നിലാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. നമുക്കിവിടെ വേണ്ടത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയുള്ള മെയിൻ കാര്യങ്ങൾ. ചില കേസുകൾ അറിയാതെ വിട്ടുപോകും, പിന്നെ അത് സ്ക്രൂട്ടിനി ഇടുമ്പോൾ എറർ വരുന്ന മെയിൻ കേസുകളൊക്കെയാണ് ഈ ട്രീസിന്റെ കേസ് വരുന്നത്. എന്താണ് പ്രൊപ്പോസ്ഡ് ലൊക്കേഷൻ ഫോർ അർബൻ ഫോറസ്ട്രി, നമ്പർ ഓഫ് ട്രീസ് ടു ബി പ്ലാന്റഡ്, 2 നമ്പേഴ്സ് ഇത്ര M² എന്നതിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നുണ്ട് ട്രീസ്. ഇത് റെക്ടാങ്കിൾ ആയിരിക്കണം കേട്ടോ. റെക്ടാങ്കിൾ മീൻസ് 1:1.5 എന്ന് പറഞ്ഞാണ് ഇതിന്റെ സൈസ് വരുന്നത്. അപ്പോൾ ചിലവർക്ക് അത് എവിടെയാണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈറ്റ് പ്ലാനിലാണ് അതുള്ളത്. അപ്പോൾ നമ്മൾ ഇൻ സൈറ്റ് പ്ലാൻസ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വന്ന അർബൻ ഫോറസ്ട്രി. അപ്പോൾ ഇത് എവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴത്തേക്ക് വന്നാൽ മതി. നമ്മൾ ഇതിൻ്റെയൊക്കെ നേരെ ഇത് താഴത്തുണ്ടല്ലോ, അതായത് ബിൽഡിംഗ് ഫുട് പ്രിന്റ്, അതിൻ്റെ നേരെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഫോർ ബിൽഡിംഗ് ഹാവിങ് പോഡിയം, അത് നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർ ബേസ്മെന്റ് ഇന്തി, ഇങ്ങനെ നേരെ താഴത്തേക്ക് വന്ന റോഡ് വൈഡനിങ് ഒക്കെ കാണാം. ഇങ്ങനെ ചെറിയൊരു ബോക്സ് നീളത്തിൽ കാണാം. അതിലാണ് അർബൻ ഫോറസ്ട്രി എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ട്രീസ് എക്സിസ്റ്റിംഗ് ഓർ പ്രൊപ്പോസ് ടു ബി പ്ലാന്റഡ് വിത്ത് എ പീരിയഡ് ഓഫ് 1 year ഫ്രം ദി ഡേറ്റ് ഓഫ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ ഈ സാധനം നമ്മൾ അവിടെ പ്ലാന്റ് നട്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. ഈ ഒരു സൈസിൽ 1:1.5 ഒരു റെക്ടാങ്കിൾ എടുത്തിട്ട് ഈ ഇതിൽ മാർക്ക് ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഇത് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഇത് 2 നമ്പർ, ചിലത് കൊടുത്തില്ലെങ്കിൽ ട്രീസ് ഇത്ര എണ്ണം വേണം റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. EDCR റിപ്പോർട്ട് നിങ്ങൾ കാണുമ്പോൾ എല്ലാം റിക്വയർഡ് മിനിമം ഇത്ര വേണമെന്നുണ്ട്. അത് നമ്മൾ അതിന്റെ അർത്ഥ ഇതിൽ അത് എത്രയാണെന്നുള്ളത് നമ്മൾ കൊടുത്തിരിക്കുക. നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് അത് അവിടെ കാണിക്കുക. ഓക്കെ, അപ്പോൾ അതിന്റെ കേസ് കഴിഞ്ഞു. പിന്നെ സൈറ്റ് പ്ലാന് റാമ്പ് കാണിക്കണം, പക്ഷെ അതിന്റെ ലെയർ കളർ കോഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വിടൂ. നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിലേക്ക് വരും. റെയിൻ വാട്ടർ RWH അതിന്റെ കളർ കോഡ് കൊടുത്തിരിക്കണം. അടുത്തത് വരുന്നത് ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, അത് കൊടുത്തിരിക്കണം. അത് എന്തായതെന്നൊക്കെ അവിടെ എഴുതി കാണിക്കുന്നത് അത്ര നല്ലതാണ്. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ അത് കൊടുത്തിരിക്കണം, അതിന്റെ കളർ കോഡ് അപ്ലൈ ചെയ്യണം. ബയോഗ്യാസ് അത് കൊടുത്തിരിക്കണം. പിന്നെ ഒരു ബിൽഡിംഗ് ലൈൻ ഉണ്ട്, അതും കൊടുത്തിരിക്കണം. ഇവിടെ കിടന്നുണ്ട് ബിൽഡിംഗ് ലൈൻ. ഇതിൽ സൈറ്റ് പ്ലാൻ പ്രിന്റാണ് കണ്ടിരിക്കുന്നത്, അത് ഡിലേറ്റ് ആയി പോയതാണ് ബിൽഡിംഗ് ലൈൻ. അപ്പോൾ ബിൽഡിംഗ് ലൈൻ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, എവിടെയാണ് ബിൽഡിംഗ് ലൈൻ വരാറുള്ളത് എന്നുള്ളത്. നമ്മൾ ടൈപ്സ് ഓഫ് റോഡ് ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഏതാ, നോട്ടിഫൈഡ് ആണോ അൺനോട്ടിഫൈഡ് ആണോ. അപ്പോൾ നോട്ടിഫൈഡ് ആണെങ്കിൽ നേരെ ഇവിടെ ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്ത് തന്നെ, ഇത് ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചാണ്, നിങ്ങൾക്ക് നേരെ അതിൻ്റെ താഴെ എവിടെയെങ്കിലും ഉണ്ടാവുക. ബിൽഡിംഗ് ലൈനിൽ നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ബിൽഡിംഗ് ലൈൻ റോഡ് എന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം കേട്ടോ. അവിടെ കൊടുത്തിരിക്കും നമ്മൾ ബിൽഡിംഗ് ലൈൻ പെർമിസിബിൾ. ഓക്കെ, ഞാൻ അത് വിട്ടു. ഈ റെയിൻ വാട്ടറിൻ്റെ തന്നെ കപ്പാസിറ്റി എത്ര എന്നുണ്ടെങ്കിൽ അതിവിടെ എഴുതി കാണിക്കണം, മസ്റ്റാണ്. പിന്നെ വേറെ ഇതിൽ ഒന്നുമില്ല. എന്താ മെയിനായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ സെപ്റ്റി ടാങ്കിൻ്റെ കളർ കോഡ് മസ്റ്റായിട്ട് വേണം, റെയിൻ വാട്ടർ വേണം, വേസ്റ്റ് ഡിസ്പോസൽ വേണം, ബയോഗ്യാസ് വേണം. ഇത്രയും കേസാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ബിൽഡിംഗ് ലൈൻ മസ്റ്റായിട്ട് കാണിച്ചിരിക്കണം. പിന്നെ ബൗണ്ടറി കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് കാണിച്ചിരിക്കണം. അതുപോലെ സൈഡുകൾ, റയർ യാർഡ്, സൈഡ് യാർഡ്, ഫ്രണ്ട് യാർഡ്, അതൊക്കെ മസ്റ്റ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന, അത് ഞാൻ പറയുന്നില്ല. നമുക്ക് ഇവിടെ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ, അതായത് ചിലവർ വിട്ടുപോണ കാര്യങ്ങളുണ്ട്, അതൊക്കെ സൈറ്റ് വരാം. ഇനി നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നേരെ വന്നു കഴിഞ്ഞാൽ സർവീസ് പ്ലാൻ പ്രിന്റ് ആണ്. സർവീസ് പ്ലാൻ പ്രിന്റിൽ ഒന്നുമില്ല, നേരെ സൈറ്റ് പ്ലാൻ പ്രിന്റ് നേരെ കോപ്പി എടുത്ത് വെച്ചിട്ട് അതിനെ സർവീസ് പ്ലാൻ പ്രിന്റ് ആക്കി മാറ്റാം.
എന്നിട്ട് നമുക്ക് കളർ കോഡ് നമ്മളതായ ഒരു കളർ കോഡ് ഇട്ട് കൊടുക്കുക. അതായത് ബിൽഡിങ്ങിന് ഒരു റെഡ് കളർ ഇട്ട് കൊടുക്കാം. ഇവിടെ നോക്കണം സർവീസ് പ്ലാൻ പ്രിന്റ് ആണെന്ന് തന്നെ നോക്കണം, സൈറ്റ് പ്ലാൻ പ്രിന്റ് വരാൻ പാടില്ല. പിന്നെ അത് പ്രൊപ്പോസർ ആണെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ് കം ഷോപ്പ് ബിൽഡിംഗ് യൂസ് A1 ആൻഡ് F G+1 പ്ലസ് ഹെഡ് റൂം, അതിന്റെ M² എത്ര വെച്ചാൽ കൊടുക്കാം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ബയോഗ്യാസും വേസ്റ്റ് ഡിസ്പോസബിളും റെയിൻ വാട്ടറും റീചാർജ് ബിറ്റും സെപ്റ്റിക് ടാങ്ക് ഒക്കെ എന്തായിരിക്കണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് പ്ലാൻ പ്രിന്റ് എന്ന് കാണിക്കണം. അല്ലെങ്കിൽ അത് സൈറ്റ് പ്ലാൻ പ്രിന്റ് വന്നു കഴിഞ്ഞാൽ PDF ഷീറ്റ് ഇല്ലേ, അത് കറക്റ്റ് പേപ്പർ സൈസ് ആവില്ല കേട്ടോ. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് സർവീസ് പ്ലാൻ പ്രിന്റിൽ മെയിൻ ആയിട്ട് വേണ്ടത് LPG പൈപ്പർ ഗ്യാസ് സിസ്റ്റം ഓർ LPG ആർട്ടിക്കുലേറ്റ് സിസ്റ്റം ആണ് വേണ്ടത്. അതായത് ഈ റെക്ടാംഗിൾ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സൈസ് ഒന്നുമില്ല, ഏകദേശം നോർമൽ ഒരു റെക്ടാംഗിൾ ഇട്ടാൽ മതി. ബ്ലോക്ക് 1 LPG സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അത് എവിടെയാണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ സർവീസ് പ്ലാൻ പ്രിന്റിലേക്ക് പോകാം. അതിൽ ഒറ്റൊരു കേസേ പറയുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ. LPG പൈപ്പർ ഗ്യാസ് സിസ്റ്റം ഓർ LPG ആർട്ടിക്കുലേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇങ്ങനെ പോയി മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് കൊണ്ടുപോയി സെലക്ട് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ സൈറ്റ് പ്ലാൻ പ്രിന്റിലെ പോലെ തന്നെയാണ്, പക്ഷെ അതിനെ സർവീസ് പ്ലാൻ പ്രിന്റാക്കി മാറ്റാം. അടുത്ത് പറഞ്ഞത് പാർക്കിംഗ് പ്ലാൻ ആണ് പറഞ്ഞത്. പാർക്കിംഗ് പ്ലാനിൽ ജസ്റ്റ് നിങ്ങൾ സൈറ്റ് പ്ലാൻ പ്രിന്റ് കൊണ്ടുപോയിട്ടതിന് ശേഷം അതിനെ പാർക്കിംഗ് പ്ലാൻ പ്രിന്റാക്കി മാറ്റിയതിന് ശേഷം ബിൽഡിംഗ് പ്ലാനിൽ പാർക്കിംഗ് പ്ലാൻ പ്രിന്റ് റെഡ് കളറിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. 2 വീലർ പാർക്കിംഗ് ആണ്. 2 വീലർ പാർക്കിങ്ങിന്റെ സൈസ് എത്രയാണെന്നുള്ളത് നോക്കുക. അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, പാർക്കിംഗ് കാൽക്കുലേഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ EDCR റിപ്പോർട്ടിൽ ഈ പാർക്കിംഗ് പ്ലാനിന്റെ ഡീറ്റെയിൽസിൽ ചിലപ്പം റിക്വയർഡ് കൊടുത്തിട്ടുണ്ടാവും, ഇത്ര മിനിമം വേണമെന്നുള്ളത്. അപ്പം നമ്മൾ അതിൽ അപ്ലിക്കബിൾ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ കുറവാണെങ്കിൽ അത് തെറ്റായി പോവും, എററായി ഉണ്ടാവും, റെഡിൽ നോട്ട് അക്സെപ്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ EDCR റിപ്പോർട്ട് എത്ര M² ആണെന്നുണ്ടെങ്കിൽ അതിൽ സെയിം അതോ അതേ ഏരിയ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊടുത്താലും മതി. ഓക്കെ, അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പാർക്കിംഗ് സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 270 5.5 അതിന്റെ സൈസ്. അതിന്റെ ഓറഞ്ച് കളറാണ് അതിന്റെ കളർ കോഡ്. അത് പാർക്കിംഗ് നേരെ പോവാ. പാർക്കിംഗ് പ്ലാൻ ഇവിടെ ഇങ്ങനെ കിടത്തുണ്ട്, ഇൻ പാർക്കിംഗ് പ്ലാൻസ്. അതിൽ കാർ പാർക്കിംഗ് സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ടോ, നോർമൽ പാർക്കിംഗ് 2 വീലർ പാർക്കിങ്ങിന്റെ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് 30 M² ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ 700 to 1000 വരുമ്പോഴാണ്, M² വരുമ്പോഴാണ് അത് കൊടുക്കാറുള്ളത്. അത് മെക്കാനിക്കൽ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് ഫോർ ഡിഫറെന്റ്ലി ഏബിൾഡ് കണ്ടോ, റെഡ് കളറ്. അതുപോലെ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം പാർക്കിംഗ് ഫോർ ഡിഫറെന്റ്ലി ഏബിൾഡ്, അതായത് മെയിൻ എൻട്രൻസിലേക്ക് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് മെയിൻ എൻട്രൻസ് 30 M² താഴെ വരാൻ പാടുള്ളൂ. അതിന്റെ കളർ കോഡ് ഉണ്ട് ഇവിടെ. ഇലക്ട്രിക് ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഡ്രോയിങ്ങിലേക്ക് പോകാം, കുറച്ച് ഡീറ്റെയിൽസ് മനസ്സിലാവും. അടുത്തത് DA പാർക്കിംഗ് ആണ്, അത് കൊടുത്തിട്ടുണ്ട്. അതിന് ഡിസ്റ്റൻസ് ഇവിടെ ഒരു ഷട്ടറാണ് കൊടുത്തിട്ടുള്ളത്, കടറുമായതുകൊണ്ട് അതായത് പാർക്കിംഗിൽ നിന്ന് മെയിൻ എൻട്രൻസിലേക്കുള്ള ഡിസ്റ്റൻസ് 1.82 ആണ് കൊടുത്തിരിക്കുന്നത്. 30 M² കൂടാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് അതിന്റെ ചാർജിങ് 4 വീലർ പാർക്കിംഗ് 3 നമ്പേഴ്സ് എന്ന് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ചാർജിങ് പോയിന്റ് ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് പോയിന്റ്, അത് ജസ്റ്റ് ഒരു റെക്ടാംഗിളോ റൗണ്ടോ എങ്ങനെ വെച്ചിട്ട് EV ചാർജ് കൊണ്ടുപോയിട്ട് MA അടിച്ചിട്ട് ഇതിൽ കൊണ്ടുപോയിട്ടാൽ മതി, മാച്ച് പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ടാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് ആവശ്യമായ കാര്യങ്ങൾ ചില കേസിൽ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കാവുന്നതാണ്. അതുപോലെ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കൺസൾട്ടിങ് ഫീസ് എടുത്തിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, നിങ്ങൾക്ക് ക്യാഷ് മാർട്ടിനെ കുറിച്ചിട്ട്, അതിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട്, ഡ്രോയിങ്ങിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓട്ടോകാഡിൽ അതിന്റെ ജസ്റ്റ് ഒരു ഔട്ട് തരിക, ലേയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലിക്കബിൾ ചെയ്തിട്ട് സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, എറേഴ്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഡ്രോയിങ് അയച്ചു തരിക, അതിന് പറ്റുന്ന പോലെ നമ്മളത് സോൾവ് ചെയ്തിട്ട് ഒരു കൺസൾട്ടിങ് ഫീസ് മേടിച്ചിട്ട് അത് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.